ആദിമ പാപം വഴിയായി സ്വർഗം നഷ്ടപ്പെട്ട മനുഷ്യനെ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവത്തെയാണ് നാം പഴയ നിയമത്തെ കാണുക. അവൻ്റെ ജീവിതത്തിലുടനീളം അവനെ അനുധാവനം ചെയ്ത് അവൻ്റെ കൂടെയായിരിക്കുന്ന ഒരു ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പുത്രൻ വഴിയായി നമ്മളോടൊപ്പമായിരിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മെ അനുധാവനം ചെയ്യുവാൻ നമ്മുടെ ദൈവം ബെത്ലഹേമിൽ പൂജാതനായതിൻ്റെ ഓർമ്മയാണ് എല്ലാ ക്രിസ്മസിലും നാം അനുസ്മരിക്കുക. പ്രിയമുള്ളവരെ, ഈ പുൽക്കൂട് നമ്മളോട് പറയുന്ന മനോഹരമായ ഒരു സന്ദേശമുണ്ട്. നിൻ്റെ ദൈവത്തെ പോലെ നിൻ്റെ സഹോദരൻ്റെ ഒപ്പമായിരിക്കുവാനുള്ള ഒരു വലിയ വിളി നിൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുൽക്കൂട് നമ്മളോട് പറയുക. അവൻ്റെ സങ്കടങ്ങളിലേക്ക്, അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനോടൊപ്പമായിരിക്കുവാനുള്ള വലിയൊരു വിളിയാണ് ഈ പുൽക്കൂട് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കും അപരൻ്റെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ദൈവം നമ്മെ അനുധാവനം ചെയ്തതുപോലെ, ക്രിസ്തു നമ്മുടെ കൂടെയായിരിക്കുന്നത് പോലെ അവൻ്റെ ജീവിതത്തിൽ എന്നും കൂടെയായിരിക്കുവാൻ നമുക്ക് ഈ ക്രിസ്മസ് കാലം ചെലവഴിക്കാം. അവൻ്റെ കണ്ണീരൊപ്പുവാൻ നമുക്ക് സാധിച്ചാൽ, അപരൻ്റെ ജീവിതത്തെ ധന്യമാക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഈ ക്രിസ്മസ് കാലഘട്ടം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി മാറും. അപരൻ്റെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായി മാറും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അപരനെ അനുധാവനം ചെയ്ത് അവനോടൊപ്പമായിരിക്കുവാനുള്ളൊരു കൃപ ഈ ക്രിസ്മസ് കാലഘട്ടം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.